everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു Q&A വീഡിയോ ആണ്. ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 8 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ പേര് പാർവതി. അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറയാം. എനിക്കൊരു 8 ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. 3 പേരാണ് ചോദിച്ചേക്കുന്നത്. എല്ലാം കൂടെ 8 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഞാൻ ക്വസ്റ്റ്യൻസ് സൈഡിൽ കാണിക്കാവേ. മൈ മിനിയേച്ചർ മോഡ്സ് 4785 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഹായ് പാറു, ഹൗ ആർ യു? ഹായ് പാറു, ഹൗ ആർ യു? ഐ എം ഫൈൻ, ഐ എം ഗുഡ്. ഐ എം വിനീത് ആൻഡ് ഐ റിയലി ലൈക്ക് യുവർ വീഡിയോസ്. ഹായ് വിനീത് ആൻഡ് താങ്ക് യു സോ മച്ച്. വീഡിയോസ് ഇഷ്ടമാണെന്ന് പറഞ്ഞേന്. ഇപ്പോൾ വീഡിയോസ് ഇടുന്നത് കുറവാണോ അതോ എനിക്ക് തോന്നിയതാണോ? തോന്നിയതല്ല, വീഡിയോസ് ഇടുന്ന കുറവാണ്. ഞാൻ പിന്നെ കുറച്ച് റീൽസ് എന്തെങ്കിലുമൊക്കെ ഇട്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ലോങ് വീഡിയോസൊക്കെ ഇപ്പോൾ ഞാൻ കുറവായിട്ടേക്കുന്നത്. കാരണം അത് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. എൻ്റെ സ്റ്റഡീസൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ഞാൻ പിന്നെ പറയാം. കാരണം അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അന്നേരം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ വിനീത് താങ്ക് യു സോ മച്ച് ക്വസ്റ്റ്യനിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വിജേഷ് വിജയൻ 107 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. നമ്മുടെ വീഡിയോസിനൊക്കെ എല്ലാ വീഡിയോസിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ക്വസ്റ്റ്യൻസ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യനായിട്ട് ഞാൻ ആൻസർ ചെയ്യാമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇന്ദു ചൂടിയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? അപ്പം ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ. ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നടന്നിട്ട് പറയുന്നതാണ് നല്ലത്. സത്യം, ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നടന്നിട്ട് പറയുന്നതാണ് നല്ലത്. ആക്ച്വലി എനിക്ക് വലിയ പ്ലാൻ ഒന്നുമില്ല. ഒരു ജോലിയൊക്കെ വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. അല്ല വലിയ പ്ലാൻസ് ഒന്നുമില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ കൂടെ കൂട്ടാനാണ് ഇഷ്ടം? കൂടെ കൂട്ടാന്ന് വെച്ചാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആക്കാനും അല്ലാതൊക്കെ നമ്മുടെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് എങ്ങനെയുള്ള ആൾക്കാരാണ്? ബേസിക്കലി എനിക്ക് ജെന്യുവനായിട്ട് അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോയലായിട്ടുള്ള ആൾക്കാരെയാണ് എനിക്കിഷ്ടം. എനിക്കെന്നല്ല, ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും ഇഷ്ടം. പിന്നെ എൻ്റെ ഒരു വൈബിന് ഒക്കെ പറ്റണം. എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ചില ആൾക്കാർ ഇപ്പം നമ്മൾ പറയുന്നതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവണമെന്നില്ല അത് അവർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല, ഒരു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഒരു വൈബിന് ഒത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് എനിക്ക് ഓക്കെയാണ്, ഭയങ്കര രസമായി. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിടെ നന്നായി മനസ്സ് വിഷമിക്കേണ്ടി വന്ന സാഹചര്യം. ഇത് ഞാൻ പറയാൻ, അടുത്തിടെ നന്നായിട്ട് മനസ്സ് വിഷമിക്കേണ്ടി വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ 2023. 2023 കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയില്ല. 2023 ഒരു ജൂൺ, ഒരു ഏപ്രിൽ, മെയ്, ജൂൺ ആ ഒരു സമയം തൊട്ട് ഇങ്ങോട്ട് ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വിഷമം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരുന്നത്. ലൈക്ക് ഞാൻ ഒരുപാട് വിഷമിച്ച കാലഘട്ടമായിരുന്നു. അതിൻ്റെ അർത്ഥം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഒരു ഡിപ്രഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം, അവിടെ വരെ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ എനിക്ക് ഡിപ്രഷനാണെന്ന് ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഇതിലൊക്കെ പറയുമല്ല. ആക്ച്വലി അങ്ങനെ ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഡിപ്രഷൻ്റെ ഒരു തുടക്കം, കുറച്ച് ആൻസൈറ്റി ഇഷ്യൂസ്, കുറച്ച് പാനിക് അറ്റാക്സ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായ ഒരു വർഷമാണ് 2023. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഏറ്റവും മനസ്സ് വിഷമിച്ചത് ഈ ഒരു സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ അടുത്തിടയിൽ എന്നല്ല, ഈ ഇത്രയും നാളുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷമിച്ച സമയം അതാണ്.
അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ വീഡിയോസ് ഇടുന്നില്ലല്ലോ എന്നുള്ളത്, അതൊക്കെ ഈ ഒരു ഫേസിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് ഈ ഇടയ്ക്കൊന്നും ഞാൻ വീഡിയോസ് ഇടാതിരുന്നത്. ഞാനിപ്പോൾ ഒരുപാട് ഞാൻ തന്നെ ഒരു ഹീലിംഗ് പ്രോസസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോൾ തനിക്ക് ടൈം ട്രാവൽ ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ പാസ്റ്റിലേക്ക് പോകുമോ അതോ ഫ്യൂച്ചറിലേക്ക് പോകുമോ? ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും കേട്ടോ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇച്ചിരി അധികം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. എൻ്റെ കംഫർട്ട് സോണിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരിക്കും. പരിചയമില്ലാത്തവരുടെ അടുത്ത് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടും ആയിരിക്കും. ഞാൻ കുറച്ച് മിണ്ടത്തൊന്നുമില്ലായിരിക്കും. പക്ഷെ പരിചയമുള്ളവരുടെ അടുത്ത്, എൻ്റെ ഒരു ഗ്യാങ്ങിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇപ്പം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സ്പെഷ്യലല്ലേ. ഇപ്പം ഞാനൊരു എൻ്റെ ഈ ഫോണിൽ നോക്കിയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്യും എല്ലാ ക്വസ്റ്റ്യൻസിനും. അപ്പോൾ അത് ക്ഷമിക്കുക. അപ്പോൾ ടൈം ട്രാവൽ ചെയ്യാൻ ഞാൻ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കുറച്ചൊക്കെ നാളുകൾക്ക് മുന്നേ, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ 2023 മുന്നേ ഞാൻ ഒരുപാട് പാസ്റ്റിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. കാരണം എനിക്ക് ആ മെമ്മറീസൊക്കെ ഭയങ്കര പണ്ട് കാലത്ത് നമുക്ക് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കുഞ്ഞിലെയൊക്കെ ആണെങ്കിലും ചെറിയ നമുക്ക് നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയത്തില്ലേ, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ മെമ്മറീസ് ഉണ്ടായിരിക്കും. അതല്ലാതെ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരിക്കും എന്നൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ പാസ്റ്റിൽ സ്റ്റക്കായി നിന്ന ഒരാളാണ്. പക്ഷെ ഒരിക്കലും ഞാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഇന്ന് ഈ മൊമെൻറ്റിൽ വരെ ഫ്യൂച്ചർ എന്ന് പറയുന്ന സംഭവം അതിനുവേണ്ടി പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ നാളെ ഞാൻ എന്തായിരിക്കും ഞാൻ ചിന്തിക്കാറേയില്ല. ഈവൻ ഇപ്പോഴും എന്നോട് നാളെ നീ എന്താവണം, കുഞ്ഞിലെ തൊട്ടേ എനിക്ക് പല സമയത്തും പല ഇഷ്ടങ്ങളായിരുന്നു എന്താവണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. അല്ലാതെ എനിക്കൊരു ഭയങ്കര പ്ലാനോ ഫ്യൂച്ചർ ഞാൻ ഇങ്ങനെ പെർട്ടിക്കുലർലി ഞാൻ ഇങ്ങനെ പോകും അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചറിൽ എന്തായാലും ഞാൻ പോകത്തില്ല. ഈ ഫ്യൂച്ചറിൽ ഇപ്പോൾ തൽക്കാലം പോകാൻ തീരെ താല്പര്യമില്ല. പക്ഷേ ഞാൻ പണ്ട് പാസ്റ്റിൽ പോയി ഭയങ്കരമായിട്ട് പാസ്റ്റിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ 2023 ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം, നമ്മൾ ഇന്ന് എന്താണോ ഈ പ്രസൻറ്റിൽ എന്താണോ നമ്മൾ ഹാപ്പി ആ ഒരു മൊമെൻറ്റ് ജീവിച്ച് തീർക്കുക എന്നല്ലാതെ നമ്മൾ പാസ്റ്റ് നോക്കിയിട്ടോ ഫ്യൂച്ചറിൽ നോക്കിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ കുറേ കോട്ട്സ് ഒക്കെ കാണത്തില്ലേ, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പറയുന്നത്, അല്ലാതെ നമ്മൾ ഈ കോട്ട്സ് ആയിട്ടൊക്കെ കാണത്തില്ലേ, ലീവ് ഇൻ ദ പ്രസൻറ്റ് എന്നൊക്കെ നമ്മൾ പണ്ട് പറയും. പക്ഷെ അന്ന് ഇതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. വൺസ് നമുക്ക് പല കാര്യങ്ങളും ഇപ്പം നമ്മുടെ ലൈഫിൽ ഇതേപോലെ കുറച്ച് നമ്മൾ അത്ര ഓക്കെ അല്ല എന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലായി തുടങ്ങും നമ്മൾ ഇന്ന് നമ്മുടെ ഹാപ്പിനെസ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഹാപ്പിയാണോ കഴിയുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പിയാണോ, നമ്മൾ അത് മാത്രം നോക്കിയാൽ നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡ് എന്ന് പറയത്തില്ലേ ആ സംഭവം മാത്രം നോക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, നമ്മളൊരിക്കലും നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ ചുറ്റുമുള്ളവരെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ നിൽക്കരുത്. നമുക്ക് ഹാപ്പിനെസ് തരിക, അത് ആരെയും അഫക്റ്റ് ചെയ്യാത്തിടത്തോളം വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, ആരെയും അതുകൊണ്ട് നമ്മൾ ഒരു ബുദ്ധിമുട്ടില്ലാത്തിടത്തോളം നമ്മുടെ ഹാപ്പിനെസ് തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ പോളിസി. ഇപ്പോൾ ഞാൻ ഫ്യൂച്ചറിലോട്ടോ പാസ്റ്റിലോട്ടോ ഒന്നും ഞാൻ പോകത്തില്ല. ഞാൻ ഈ പ്രസൻറ്റിൽ തന്നെ ഈ നിമിഷം എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാം അല്ലെങ്കിൽ എന്ത് ഹാപ്പി ആയിട്ടിരിക്കാം എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഞാൻ നോക്കുന്നുള്ളൂ. ഈ 5th ക്വസ്റ്റ്യൻ വിജേഷ് ചോദിച്ചിരിക്കുന്നത്, ഒരു പാട്ട് പാടി പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് നാളായി റിക്വസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് റിക്വസ്റ്റ് വരാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ ഈ റിക്വസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അത് ഇഗ്നോർ ചെയ്തതല്ല. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോസ് ചെയ്യാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാനൊരു 12 വർഷത്തോളം ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ സ്കൂളിങ് കഴിഞ്ഞതിന് ശേഷം അധികം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതിൽ ഇന്ന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പാടാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും എൻ്റെ വോയിസിലോ എൻ്റെ സിംഗിങ്ങിലോ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പാട്ടധികം പാടാത്തത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നും ചിലപ്പം. ഞാൻ സ്കൂളിലൊക്കെ ഒരുപാട് പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ എന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ട്രൈ ചെയ്യാം ഒരു പാട്ട്. നോക്കട്ടെ. പക്ഷേ ഇതൊക്കെ പഠിക്കണ്ടേ, പഠിച്ചിട്ട് വേണ്ടേ നമ്മൾ ചെയ്യാൻ. ചുമ്മാ പാടിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ശ്രമിക്കാം.
അപ്പോൾ തൽക്കാലം ചോദ്യങ്ങൾ ഇവിടം കൊണ്ട് നിർത്തുന്നു. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. സെയിം ടു യു. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക് യു സോ മച്ച് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും അതുപോലെ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചതിനും ഒരുപാട് താങ്ക്സ്. കാരണം നമുക്കങ്ങനെ ഞാനിപ്പോൾ കുറേ തവണ ഇങ്ങനെ Q&Aക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആരും ഒന്നും ചോദിക്കാറില്ല. അപ്പോൾ ഞാൻ ഓർമ്മിച്ചേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയാനില്ലേ അങ്ങനെ വിചാരിക്കും. പിന്നെ ഒരു ഇതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വീഡിയോ ചെയ്യണം, എന്നാലല്ലേ അവർക്ക് നമ്മളോടൊരു ഇൻട്രസ്റ്റ്, മീൻസ് ലൈക്ക് നമ്മുടെ വീഡിയോസ് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അതിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യുന്നു. ഓക്കെ, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് രേഖ ഓമനക്കുട്ടൻ 4401 എന്ന അക്കൗണ്ടാണ്. ഈ രേഖ ഓമനക്കുട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം രേഖ ചോദിച്ചേക്കുന്നത്, ജസ്റ്റ് ആസ്കിങ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഇഫ് യു വെയർ ഓഫേർഡ് ടു ബിക്കം എ സൂപ്പർ ഹീറോയിൻ, what would your power be and what would your super heroine name be? അതായത് എനിക്ക് സൂപ്പർ ഹീറോയിൻ ആവാൻ ഒരു പവർ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടിയാൽ എൻ്റെ പവർ എന്തായിരിക്കണം, അതുപോലെ ഞാൻ എന്തായിരിക്കും എൻ്റെ പേര്. അപ്പോൾ ഞാൻ സൂപ്പർ ഹീറോയിൻ ആയാൽ എൻ്റെ പേര് എന്തായിരിക്കും? എൻ്റെ പവർ എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ സൂപ്പർ ഹീറോയിൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെൻ്റലി കുറച്ച് വിഷമതകൾ അനുഭവിക്കുന്നത്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഡിപ്രഷൻ, സ്ട്രെസ്, ആൻസൈറ്റി, പാനിക് അറ്റാക്സ് ഒക്കെ ഭയങ്കര നമ്മൾ പലയിടത്തും കാണുന്ന, ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എനിക്കതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഒരിക്കലും ഡിപ്രഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം രാവിലെ തൊട്ട് രാത്രി വരെ കരഞ്ഞ് തീർക്കുന്നു എന്നല്ല. അത് മാത്രമല്ല ഡിപ്രഷൻ. പല രീതിയിൽ ആൾക്കാർ ഈ ഡിപ്രഷൻ്റെ ഇത് കാണിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെപ്പറ്റി ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഡിപ്രഷനിലൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാർ എന്താണ് അവരുടെ തോട്ട് പ്രോസസ്സ് നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ ഇരുന്നാൽ പോലും ചിലപ്പോൾ അവർ ആ ഒരു ഡിപ്രഷനിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാനൊരു സൂപ്പർ ഹീറോയിൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ അതിന് എൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഈ ഡിപ്രഷനിലോ അങ്ങനത്തെയൊക്കെ മെൻ്റൽ ഹെൽത്തൊക്കെ കുറച്ച് വീക്കായിട്ടുള്ള ഇമോഷൻസിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഹീൽ ചെയ്യാനുള്ള ഒരു പവർ എനിക്ക് അതായത് അങ്ങനത്തെ വിഷമമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഓവർകം ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ വേണം. അതാണ് ഞാൻ സൂപ്പർ ഹീറോയിനായിട്ടുള്ള ആയിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ട പവർ. പിന്നെ സൂപ്പർ ഹീറോയിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് ഒബ്വിയസ്ലി എൻ്റെ സൂപ്പർ ഹീറോയിൻ ഞാൻ സൂപ്പർ ഹീറോയിനായാൽ എൻ്റെ പേര് ലാവെൻഡർ എന്ന് തന്നെ ആയിരിക്കും. അതിൻ്റെ കാരണം ഈ ലാവെൻഡർ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ആണെന്ന് അറിയാലോ. അപ്പോൾ ഈ ലാവെൻഡർ എന്ന് പറയുന്ന ഈ ഫ്ലവറിനോടോ അല്ലെങ്കിൽ ഈ ലാവെൻഡർ എന്നൊരു ഫ്ലവർ ഉണ്ടെന്നോ അറിയുന്നതിന് മുന്നേ തൊട്ടേ എനിക്ക് ഈ ഒരു കളറിനോട് ഭയങ്കര ഒബ്സഷൻ ഉള്ള ആളാണ്. അതുകൊണ്ടാണ് എൻ്റെ ചാനലിന് എപ്പോഴും ഞാൻ ചാനലിൻ്റെ പേരൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഇതിനോടൊക്കെ റിലേറ്റ് ചെയ്തൊക്കെ ഉള്ള പേര് എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ലാവെൻഡർ ഫ്ലവേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ റൂം ഫ്രഷ്നർ ആയിക്കോട്ടെ, നമ്മുടെ ക്യാൻഡിൽസ് ഉണ്ടല്ലോ, സെൻറ്റഡ് ക്യാൻഡിൽസ്, അങ്ങനത്തെ ഫ്രേഗ്രൻസ് ഒക്കെ നോക്കുമ്പോൾ ലാവെൻഡർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ലാവെൻഡർ, റോസ്മെരി, പിന്നെ റോസ്, ഓറഞ്ചൊക്കെ നമ്മൾ ക്യാൻഡിൽസിൽ ഒത്തിരി യൂസ് ചെയ്യുന്ന ഫ്രേഗ്രൻസ് ആണ്. പ്രത്യേകിച്ചും ലാവെൻഡറും റോസ്മെരി എന്നൊക്കെ പറയുന്നത് ഈ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ നമുക്ക് ഒന്ന് കാം ഡൗൺ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് ഈ പറയുന്ന ഫ്രേഗ്രൻസിനൊക്കെ അങ്ങനത്തെ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് ലാവെൻഡർ എന്ന് പറയുന്ന കളറും ആ ഒരു ഫ്രേഗ്രൻസും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സൂപ്പർ ഹീറോയിൻ ആയാലും എൻ്റെ പവർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ സ്ട്രെസ് റിലേറ്റഡ് ആ ഒരു കുറച്ച് മെൻ്റലി അവർ വീക്കായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് ഹീൽ ചെയ്യാനുള്ളൊരു പവറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടും ഈ ലാവെൻഡറിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ അതൊന്ന് ഹീൽ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടും ഒബ്വിയസ്ലി എന്നല്ല, ഞാനൊരു സൂപ്പർ ഹീറോയിനായാൽ അതിൻ്റെ പേര് ലാവെൻഡർ എന്നായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് രേഖ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻസ് അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ആൻഡ് ഒരുപാട് സ്നേഹം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ച ആൾക്കാർക്ക് ആൻസേഴ്സൊക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്, ബൈ.